ഡ്രാമാസ് ഇഷ്ടമുള്ള കൂട്ടുകാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ തന്നെ ആയിരിക്കും അല്ലെ വിൻ അഭിനയിച്ച രസകരമായ ഒരു കഥ കേട്ടാലോ. 2024 റിലീസായ അണ്ടർ പാരലൽ സ്കൈസ് എന്ന ഒരു രസകരമായ ഫിലിപ്പീൻ കഥയാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിൽ കിടക്കാം. അതിന് മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥ തുടങ്ങുന്നത് തായ്ലൻഡിൽ നിന്ന് ഹോങ്കോങ്ങിലേക്ക് ഒരു ഫ്ലൈറ്റ് യാത്ര നടത്തുന്ന നമ്മുടെ കഥാനായകനായ പാരനെ കാണിച്ചുകൊണ്ടാണ്. പാരൻ ഒരു എലിജിബിൾ ബാച്ചിലർ ആണ്, വലിയൊരു ബിസിനസ് ഫാമിലി എന്ന് വരുന്ന ഒരു പയ്യനാണ്. പക്ഷെ അവന്റെ ഈ ഒരു യാത്ര അവന്റെ മനസ്സിന് തീരെ സ്വസ്ഥതയില്ലാത്ത സമയത്ത് അവൻ തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടതാണ്. ഒന്നാമത് ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങൾ, ബിസിനസ്സും ഫാമിലിക്ക് ഉണ്ടെങ്കിലും അവൻ അവന്റേതായ രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്യാനേ നോക്കി. അതൊക്കെ ആകെ വർക്ക്ഔട്ട് ആവാതെ എങ്കിൽ മനസ്സിൽ കഴിഞ്ഞ കുറെ നാളുകളായി വിചാരിച്ചിരിക്കുന്ന ആ ഒരു കാര്യം നേടിയെടുക്കണം വിചാരിച്ച ഒരു പ്രത്യേക കാര്യത്തിനെ ഹോങ്കോങ്ങിലേക്ക് അവൻ യാത്ര പുറപ്പെടുന്നു. പോകും വഴി സ്ട്രെസ് കാരണം തന്നെ ഫ്ലൈറ്റ് വെച്ച് കിട്ടാവുന്ന പോലെ ഡ്രിങ്ക്സ് അടിക്കുന്നുണ്ട്. അങ്ങനെ ഹോങ്കോങ്ങിൽ എത്തുന്നവൻ അവിടെയുള്ള അവന്റെ ഫ്രണ്ടായ ലിയോയെ കാണാനായി പോകുന്നു. എല്ലാത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാ ഈ ഒരു യാത്ര. പിന്നെ അത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല, വേറെ ഒരു ലക്ഷ്യം കൂടി എനിക്കുണ്ട്. പക്ഷെ അതിപ്പോ പറയാൻ കഴിയില്ലാന്ന് പെട്ടെന്ന് ഹോങ്കോങ്ങിലേക്ക് വന്ന പാരനെ കണ്ട് ലിയോ ചോദിക്കും. അവൻ മറുപടി പറയുന്നുണ്ട്. എന്തായാലും കുറച്ച് ഡ്രിങ്ക്സ് ആണെന്ന് പറഞ്ഞ് ലിയോയുടെ അടുത്തൊന്നും ഡ്രിങ്ക്സ് വാങ്ങിച്ചു കുടിച്ച് ആകെ ഫിറ്റ് ആവുന്ന പാരനെ ലിയോ ഹോട്ടലിൽ കൊണ്ടാക്കുന്നുണ്ട്. അവിടെ റിസപ്ഷനിസ്റ്റ് ആയി ജോലി ചെയ്യുകയായിരുന്നു നമ്മുടെ കഥാനായികയായ ഐറിസ് ഒരു ഫിലിപ്പീൻകാരിയാണ്. അവൾ ഹോങ്കോങ്ങിൽ വന്ന് വർക്ക് ചെയ്യുന്നു. വളരെ സാധാരണപ്പെട്ട ഒരു ഫാമിലിയിൽ നിന്നാണ് ഐറിസ് വരുന്നത്. അവളുടെ ഈ ഒരു ജോലിയിൽ നിന്ന് കിട്ടുന്ന കാശിന് വേണം കുടുംബം മുന്നോട്ട് പോകാൻ. റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നതാണല്ലോ പ്രധാന ടാസ്ക്. പലപ്പോഴും പല സ്വഭാവക്കാരായ കസ്റ്റമേഴ്സ് എത്തും. ചിലര് പ്രശ്നക്കാരാവില്ല, പക്ഷെ ചിലരെ ഡീൽ ചെയ്യാനേ ഭയങ്കര പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ പാരൻ വന്ന കണക്ക് ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി വരുന്ന ക്ലയൻസ് ആണെങ്കിൽ അവരെ ഡീൽ ചെയ്യുക എന്നത് ഭയങ്കര പാടാണ്. അവിടെ ആണെങ്കിൽ ഒരേ ഒരു റൂമേ വേക്കന്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ആ ഒരു ഹോട്ടലിൽ തന്നെ വളരെ എക്സ്പെൻസീവ് ആയ ഒരു സ്യൂട്ട് റൂമാണ്. പാരനെ സംബന്ധിച്ച് റൂമിന്റെ റേറ്റ് ഒന്നും ഒരു വിഷയമല്ല എന്ന് പറഞ്ഞ് അവൻ ആ റൂം തന്നെ എടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ റൂമിലേക്ക് പോകുമ്പോൾ അവന്റെ ലഗേജ് ഒന്നും അവൻ കൊണ്ടുപോയിട്ടില്ല. അതൊക്കെ ലോബി തന്നെ കിടക്കാണ്. ഇത് കാണുന്ന മാനേജർ ഐറിസിനോട് ആ ഒരു ലഗേജ് ഒക്കെ തന്നെ കസ്റ്റമറിന്റെ റൂമിലേക്ക് എത്തിക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാനായി പറയുന്നു. അങ്ങനെ ആ ലഗേജ് ഐറിസ് റൂമിൽ എത്തിക്കുമ്പോഴേക്കും ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിട്ടുണ്ടായിരുന്ന പാരൻ തറയിൽ കിടന്ന് ഉറക്കമായി. അവനെ അങ്ങനെ തറയിൽ ഇട്ടിട്ട് പോകാൻ അവൾക്ക് മനസ്സ് വരുന്നില്ല. പൊക്കിയെടുത്ത് ബെഡിൽ കിടത്താനുള്ള ആരോഗ്യവും അവൾക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. തലയുടെ അടിയിൽ പില്ലോയും പിന്നെ പുതയ്ക്കാൻ ഒരു ബെഡ്ഷീറ്റും ഒക്കെ അവൾ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ പോകുന്നു. അടുത്ത ദിവസം സ്വബോധത്തിൽ എണ്ണിക്കുന്ന പാരൻ അവന്റേതല്ലാത്ത ഒരു സാധനം റൂമിൽ കിടക്കുന്നത് കണ്ട് അത് നേരെ റിസപ്ഷന്റെ അവിടേക്ക് കൊണ്ടുവന്ന് ഇത് ആരുടേതാ, എന്റെ റൂമിൽ കിടന്നതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അത് എന്റേതാണെന്ന് പറഞ്ഞ് ഐറിസ് അത് വാങ്ങാൻ നോക്കുന്നുണ്ട്. നിങ്ങളുടേത് എങ്ങനെ എന്റെ റൂമിൽ വരും? നിങ്ങളപ്പോ ഞാൻ ഉറങ്ങി കിടക്കുന്ന സമയത്ത് എന്റെ റൂമിൽ അതിക്രമിച്ച് കയറിയെന്നൊക്കെ അവൻ അവൾക്ക് നേരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അവനെ ഇന്നലത്തെ ആ ഒരു അവസ്ഥയിൽ അവളാണ് റൂം വരെ കൊണ്ടാക്കിയതും തറയിൽ കിടന്ന് ഉറങ്ങിയപ്പോ പുതപ്പിച്ച് കൊടുത്തതും എന്നൊക്കെ അവൾക്ക് വിശദമാക്കണമെന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവനൊരു ഫോൺ കോൾ വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു കോൺവെർസേഷൻ അവിടെ ഡിസ്ട്രാക്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ അത് പിന്നീട് ഒരു പതിവായി മാറുന്നുണ്ട്. മിക്ക ദിവസവും ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി പാരൻ വരുമ്പോ റിസപ്ഷനിൽ നിന്ന് അവനെ റൂമിലേക്ക് കൊണ്ടുപോകേണ്ട ടാസ്ക് നമ്മുടെ ഐറിസിനാണ്. അവളാകട്ടെ ഇവൻ പ്രസിഡൻഷ്യൽ സ്യൂട്ട് റൂം ആണ് അവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര കാര്യമായി തന്നെ അവനെ കെയർ ചെയ്ത് അവളുടെ ജോലിയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം കുറച്ച് ഓവറായി ഡ്രിങ്ക്സ് അടിച്ച് ഈ ബഹുനില കെട്ടിടത്തിന്റെ റൂഫ് ടോപ്പിലേക്ക് ചെന്ന് അവിടെ കിടന്ന് അഭ്യാസം കാണിക്കുകയാണ് പാരൻ. ഇവനെങ്ങാനും ചാടാനായിട്ടുള്ള ശ്രമമാണോ എന്ന് ടെൻഷൻ ആവുന്ന ഐറിസ് ഒരുവിധം അവനെ താഴേക്ക് ഇറക്കാനായി നോക്കുമ്പോഴേക്കും അവന്റെ കാലിന് പരിക്കേൽക്കുന്നുണ്ട്. എനിക്ക് ചാവാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, ഞാനൊരു കിളിയെ കണക്ക് പറക്കാൻ പറ്റുമെന്ന് നോക്കാൻ ശ്രമിച്ചതാണെന്ന് അവൻ പറയുമ്പോ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചിന്തകൾ ആൾക്കാർക്ക് വരുന്നതെന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. എന്തായാലും വീണപ്പോ പരിക്കേറ്റല്ലോ, ഒരു ഡോക്ടറിനെ വിളിച്ച് ചെക്കപ്പ് നടത്തുന്നുണ്ട്. പേടിക്കാൻ മാത്രമൊന്നുമില്ല, ചെറിയ ഇഞ്ചുറിയാണ് എന്ന് പറയുന്ന ഡോക്ടർ ഒരു 3-4 ദിവസം റെസ്റ്റ് പറയുന്നുണ്ട്. എന്നിരുന്നാലും താൻ പിടിച്ചു മാറ്റാൻ നോക്കിയപ്പോഴാണല്ലോ ഇങ്ങനെ പറ്റിയത് എന്ന കാര്യം കൊണ്ട് ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന അവനോട് സോറി പറയുകയും അവന് വേണ്ടി സ്പെഷ്യൽ ഫുഡൊക്കെ നൽകുകയും ചെയ്യുന്നു. അവനാകട്ടെ അവന്റെ കൂടെ ഡിന്നർ കഴിക്കാനായി അവളെയും ക്ഷണിക്കുന്നുണ്ട്. അവൾ ആദ്യം അത് കേൾക്കാതെ ഒഴിഞ്ഞു പോകാനായി നോക്കുന്നുണ്ടെങ്കിലും അവൻ നിർബന്ധിക്കുമ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാനായി ഇരിക്കുന്നു. ആ ടീം അടുത്ത ദിവസം ഹോങ്കോങ് ഒന്ന് കറങ്ങാനായി അവൻ ഇറങ്ങുന്നുണ്ട്. അവളും കൂടെ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് അവൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ, അപ്പം അവൾക്ക് ഇവിടുത്തെ പ്ലേസ് ഒക്കെ അറിയാം, അത് അവന് യൂസ്ഫുൾ ആകും എന്ന രീതിക്കാണ്. പക്ഷെ അവളാകട്ടെ അവൾക്ക് വരാൻ സാധിക്കില്ലെന്നും അവൾ ഈ ഒരു വീക്ക് ഫുള്ള് ഡേയും നൈറ്റും വർക്ക് ചെയ്യുകയാണെന്നും അവനോട് പറയുമ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്താല് നടുവൊടിയില്ലേ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്നവൾ ഒരു കുഴപ്പമില്ല, ഓവർ ടൈം വർക്ക് ചെയ്താല് നല്ല കാശ് കിട്ടും, കാശാണല്ലോ നമുക്ക് ജീവിതത്തില് സമാധാനവും സന്തോഷവും കൊണ്ടു തരുന്നതെന്ന് അവൾ പറയുമ്പോൾ കാശ് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടു തരുമോ? എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് തന്റെ അനുഭവത്തിൽ നിന്ന് അവനും പറയുന്നു. കാരണം അവൻ വലിയ റിച്ച് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അവനെ സംബന്ധിച്ച് അവൻ ഉള്ള കാശ് ഒരു വിധത്തിലെ സന്തോഷവും സമാധാനവും അവന് കൊടുക്കുന്നില്ല. അവൻ ആ രീതിക്ക് പറയുമ്പോൾ വളരെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഐറിസിനെ സംബന്ധിച്ച് പാരൻ പറഞ്ഞതിനോട് അവൾക്കും യോജിക്കാനായി സാധിക്കുന്നില്ല. കാരണം അവളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനായി അവൾക്ക് കാശ് വേണം. ആ കാശ് കിട്ടണമെങ്കിൽ അവൾ നടുവൊടിഞ്ഞ് പണിയെടുക്കേണ്ടി വരും. അങ്ങനെ പണിയെടുത്ത് കിട്ടുന്ന കാശ്
കാശും കൊണ്ടാണ് അവളും അവളുടെ ചുറ്റിനുമുള്ളവരും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് കാശ് സമാധാനവും സന്തോഷവും കൊണ്ടുതരുമെന്ന ഒരു ഒപ്പീനിയൻ ആണുള്ളത്. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞ് ഇവർക്കിടയിൽ ചെറിയ രീതിക്ക് വാക്ക് തർക്കം ആകുമ്പോൾ ഓൾറെഡി വീണ് ടയേർഡ് ആയിട്ടുള്ള പാരന്റ് കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ ഓ ശരി മാഡം സമ്മതിച്ചു എന്ന് പറഞ്ഞ് അവളുടെ മുന്നിൽ തോറ്റു കൊടുക്കുന്നു. പക്ഷെ അവളോട് പിന്നീട് അവൾ ജോലിയുടെ ആവശ്യങ്ങൾക്കായി മാനേജറിനെ കാണാനായി പോകുമ്പോൾ പുള്ളിക്കാരി അടുത്ത ദിവസത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് ഐറിസിന്റേത് ക്യാൻസൽ ആക്കിയെന്നും അവൾ പാരന്റ് കൂടെ പാരനെ ഇവിടെയുള്ള സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാനായി പോകണമെന്നും ആവശ്യപ്പെടുന്നു. ഐറിസ് മറിച്ചിട്ട് കാലിന് പരിക്കേറ്റുവെന്നും പറഞ്ഞ് പാരന്റ് മാനേജറിനോട് അതിനുള്ള കോമ്പൻസേഷൻ ആയിട്ട് അവന്റെ ഗൈഡായി പുള്ളിക്കാരിയെ കൂടെ വിടണമെന്ന് ആവശ്യപ്പെട്ടതാണ്. ഈ മാനേജറും ഐറിസിനെ പോലെ തന്നെ ഫിലിപ്പീൻ ലേഡിയാണ്. അതുകൊണ്ട് തന്നെ ഐറിസിനോട് ഒരു പ്രത്യേക താല്പര്യം പുള്ളിക്കാരിക്കുണ്ട്. അതുകൊണ്ട് അവളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് ക്ലയന്റിന്റെ ഭാഗത്തുനിന്ന് വരാതിരിക്കാനും പാരൻ ഒരു പ്രീമിയം ക്ലയന്റ് ആയതുകൊണ്ടും ഇത് അവന് വേണ്ടി ചെയ്തു കൊടുക്കാനായി ഐറിസിനെ നിർബന്ധിക്കുന്നു. ഇത് ഐറിസിന് പ്രത്യേകിച്ച് ദോഷമൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു സഹായമാണല്ലോ. അങ്ങനെ ഐറിസ് പാരന്റ് കൂടെ അടുത്ത ദിവസം പുറത്തേക്ക് പോകുന്നുണ്ട്. ആക്ച്വലി പാരന്റെ ഫുൾ നെയിം ഉച്ചരിക്കാൻ ഐറിസിനെ സംബന്ധിച്ച് കുറച്ച് പാടാണ്. അവൾ അത് എപ്പോഴും തെറ്റിച്ചാണ് ഉച്ചരിക്കുന്നത്. ആ കാര്യം പറഞ്ഞപ്പോ പാരൻ അവളെ കളിയാക്കുന്നുണ്ട്. അയ്യോ ഇങ്ങനെ കഷ്ടപ്പെട്ട് വിളിക്കല്ലേ, ഇത് കേൾക്കുമ്പോൾ എന്തോ തെറി വിളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്നെ പാരൻ എന്ന് മാത്രം ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് വിളിച്ചാൽ മതി അവൻ പറയുമ്പോൾ അവൾ അങ്ങനെ വിളിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പതി അവർ നല്ല ഒരു ബോണ്ടിങ്ങിലാവുന്നുണ്ട്. ഒരുപാട് ടൈം അവിടെ അവർ കറങ്ങി നടക്കുകയും അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് സ്പോട്ടിൽ അവനെ കൊണ്ടുപോയി അതൊക്കെ അവനെ ടേസ്റ്റ് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരാഴ്ച നീണ്ടു നിന്ന എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള വർക്ക് ഷെഡ്യൂൾ ഐറിസിന്റെ അവസാനിച്ച ശേഷം അവൾ അവളുടെ താമസ സ്ഥലത്ത് റെസ്റ്റ് എടുക്കുന്ന ടീം അവിടേക്ക് പാരൻ ചെല്ലുന്നു. അവളാകട്ടെ അവനെ കണ്ടപാടെ വേഗം ചെന്ന് റെഡി ആയിട്ടാണ് അവന്റെ മുന്നിൽ പോകുന്നത്. രാവിലെ തന്നെ അവൻ എത്തിയിരുന്നു. മേഡം ഉറക്കം എണ്ണിക്കുമ്പോഴേക്കും ഇങ്ങനെ തന്നെയാണ് ഉറക്കം എണ്ണിക്കുന്നതെന്ന് മേക്കപ്പ് ഒക്കെ പെട്ടെന്ന് അവൻ വന്നതറിഞ്ഞ് ഇട്ട് നിൽക്കുന്ന അവളെ അവൻ കളിയാക്കുന്നുണ്ട്. അല്ല സാർ എന്താ ഇത്രയും രാവിലെ വന്നത്, മനുഷ്യൻ ഉറങ്ങണ്ടേന്ന് അവള് ചോദിക്കുമ്പോ വിശന്നിട്ട് വയ്യ, നിങ്ങൾക്ക് ഇവിടെ നല്ല ഫുഡ് സ്പോട്ട് ഒക്കെ അറിയാലോ, ഒന്ന് പരിചയപ്പെടുത്തി താ മേഡം എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ അവളെ കൊണ്ട് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ അവളാകട്ടെ അവളുടെ അവിടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഡിഷ് കിട്ടുന്ന ഷോപ്പിലേക്കാണ് അവനെ കൊണ്ടുപോകുന്നത്. അവിടെ ഇരുന്ന് ആ ഫുഡ് കഴിക്കുന്ന ടീം അവനാകട്ടെ ഈ ഒരു യാത്രയ്ക്ക് പിന്നിലെ ലക്ഷ്യത്തെ പറ്റി പറയുന്നു. ഞാൻ ഹോങ്കോങ്ങിലേക്ക് വന്നത് ചുമ്മാ ഒരു യാത്രയായിട്ടല്ല, മറിച്ച് ഇവിടെയുള്ള എന്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ടാ. എന്റെ അമ്മ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വീട് വിട്ട് ഇറങ്ങിപ്പോയി. അമ്മ ഹോങ്കോങ്ങിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അവൻ പറഞ്ഞ് അവളോട് അമ്മയെ കണ്ടുപിടിക്കാനായി ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. അമ്മ എവിടെയാണുള്ളതെന്ന് ഏകദേശ ധാരണ അവൻ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇവൾക്ക് പ്ലേസ് ഒക്കെ നന്നായി അറിയാവുന്നത് കൊണ്ട് ലോക്കൽസിനോട് ഇടപെടേണ്ട ആവശ്യമെന്ന് അതിനായിട്ടൊക്കെയാണ് അവളെ വിളിക്കുന്നത്. അവളാകട്ടെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ പോണോ, അമ്മയ്ക്ക് ഒരു പക്ഷെ നിങ്ങളാരും കണ്ടെത്താതിരിക്കുന്നതിനോടാണ് താല്പര്യമെങ്കിലോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവന് അതിനൊരു ഉത്തരവും പറയാനായിട്ടില്ല. പക്ഷെ അവന്റെ മൗനം കാണുന്ന അവൾ ബാ കൂടെ വരാന്ന് പറഞ്ഞ് അവനെയും കൂട്ടി അവന്റെ അമ്മയെ അന്വേഷിച്ച് പോകുന്നുണ്ട്. അധികം ബുദ്ധിമുട്ടാതെ അവൻ അറിയാവുന്ന ഡീറ്റെയിൽസ് വെച്ച് അമ്മയെ കണ്ടുപിടിക്കാനും സാധിക്കുന്നു. അമ്മയെ കാണുമ്പോൾ അവന് എന്തിനാ അമ്മ അത്രയും വലിയ ലക്ഷറി ലൈഫ് ഉപേക്ഷിച്ച് ഇവിടെ വന്ന് ഇങ്ങനെ ഒരിടത്ത് താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പണത്തിന് മനസ്സമാധാനം തരാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോ എന്നെ ചുറ്റുമുള്ള എല്ലാ ബന്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഞാൻ ഇറങ്ങി വന്നതാണെന്ന് അമ്മ പറയുമ്പോൾ ആദ്യം അവനത് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ അവിടെ ഇരുന്ന് അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ അവൻ വീട്ടില് ആ സുഖ സൗകര്യങ്ങൾക്കിടയിൽ ജീവിക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള അമ്മയല്ല ഇപ്പൊ. അമ്മ ഇപ്പൊ എത്ര ജെനുവിൻ ആയിട്ട് ഹാപ്പിയാണ്, എത്ര മനസ്സമാധാനത്തിലാണുള്ളത്. വീട്ടില് കാശുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, അമ്മയെ മനസ്സിലാക്കുന്ന ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഒരുപാട് പ്രശ്നങ്ങളെ അമ്മയ്ക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി ഇപ്പോ കാശ് അത്ര ഇല്ലെങ്കിലും സമാധാനത്തിലുള്ള ജീവിതം അമ്മ എത്ര ഹാപ്പി ആക്കുന്നു എന്നത് മനസ്സിലാക്കുന്ന അവന് അമ്മയെ എന്തുകൊണ്ട് അമ്മ അങ്ങനെ ചെയ്തു എന്നതിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. അവൻ അമ്മയോട് ഹാപ്പിയായി യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങുന്നു. തുടർന്ന് ഐറിസിന്റെ കൂടെ അവിടെ സൺസെറ്റ് കാണാനായി ഇരിക്കുന്ന ടീം. ഞാൻ ഈ സൺസെറ്റ് പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു റിലാക്സേഷനോട് കൂടി ഒരിക്കലും ഞാൻ ഇത് കണ്ടിട്ടില്ല എന്ന് പറയുന്ന ടീം. അവൾ അവനോട് പറയുന്നത് ഒരു ദിവസം 24 മണിക്കൂറല്ലേ, അതില് വളരെ കുറച്ച് സമയമാണ് സൂര്യാസ്തമയവും സൂര്യോദയവും ഉള്ളത്. പക്ഷെ ആ കാഴ്ച കാണുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് വളരെ റിഫ്രഷ് ആവും. അന്നത്തെ ഡേ തന്നെ എക്സ്ട്രാ ഓർഡിനറി ആയി മാറുന്ന കണക്ക് നമുക്കൊരു ഫീൽ വരും. അതേ കണക്കാണ് ലൈഫും. എപ്പോഴും കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും കാണുമെങ്കിലും വളരെ കുറച്ച് സമയം കിട്ടുന്ന ആ ഒരു സന്തോഷവും സമാധാനവും നമ്മളെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ മോട്ടിവേറ്റ് ചെയ്യുന്നെല്ലാം അവൾ പറയുമ്പോൾ അവൻ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസവും ഇവർ കണ്ടുമുട്ടുന്നു. ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇപ്പൊ ഇവിടെയുള്ള സ്ഥലങ്ങളിൽ പാരനെ കൊണ്ടുപോകുന്നത് ഐറിസിന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടീം തായ്ലൻഡിൽ നിന്നാണല്ലോ പാരൻ വരുന്നത്. ഐറിസ് ഒരു ഫിലിപ്പീൻകാരിയാണ്. രണ്ടുപേരും ഉള്ളത് അവരുടെ രാജ്യത്തല്ല ഹോങ്കോങ്ങിലാണ്. ഈ ഹോങ്കോങ്ങില് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ വെറൈറ്റി ഫുഡ് ലഭിക്കും, പല രാജ്യങ്ങളിൽ നിന്നുള്ള ഫുഡ്. ഇപ്പൊ ഇവിടുന്ന് തന്നെ തായ്ലൻഡിലെ ഒരു ഫുഡ് കിട്ടിയത് പാരൻ ഐറിസിന് കൊടുക്കാനായി തന്നെ വാങ്ങിച്ചിരുന്നു. അതിപ്പോ അവൾക്ക് കൊടുക്കുമ്പോൾ അവളാകട്ടെ അവന് കൊടുക്കാനായി കുക്ക് ചെയ്ത് കൊണ്ടുവന്ന അവളുടെ നാട്ടിലെ ഒരു സ്പെഷ്യൽ ഡിഷും കൊടുക്കുന്നുണ്ട്. അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ അവന് വളരെയധികം ഇഷ്ടമാവുന്നു. അങ്ങനെ ഇവർ അവരവരുടെ നാടുകളെ പറ്റി സംസാരിച്ച് കുറേ നേരം ഇരുന്ന് സമയം ചെലവഴിക്കുന്നുണ്ട്. ഒടുക്കം അവൻ ഒരു ഐഡിയ പറയുന്നുണ്ട്, രണ്ടുപേർക്കും കൂടി ഒരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്താലോ, ഫണ്ട് അവൻ കൊടുക്കാം. അവളുടെ മെയിൻ ആ ഒരു ഡിഷ് ഉണ്ടല്ലോ ഇപ്പൊ അവൻ ടേസ്റ്റ് ചെയ്ത് അത് വിൽക്കുന്ന പ്രത്യേക ഒരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്താൽ നല്ലതായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ അവൾക്കും അത് വളരെ നല്ലൊരു ഐഡിയ ആയി തോന്നുന്നുണ്ട്. അങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ച് അവർ അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ അവിടെയുള്ള ഒരു ആരാധനാലയത്തിലേക്ക് ചെല്ലുന്നു. അവിടെ ഈ ജ്യോതിഷം നോക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ചിലയിടത്ത് കൈ നോക്കും, ചിലയിടത്ത് ഈ
തത്തെ കൊണ്ട് ചീട്ടെടുപ്പിക്കുക അങ്ങനൊക്കെ ഇല്ലേ. അതേ കണക്ക് ഇവിടെ ഒരു പ്രത്യേക തരം സ്റ്റിക്സ് എടുത്തെറിഞ്ഞ് അത് വന്ന് വീഴുന്ന ആ ഒരു പൊസിഷൻ വെച്ച് ഭാവി പ്രവചിക്കുന്നത്. ആ ഒരു സമയത്ത് എല്ലാം നന്നായിട്ട് നടക്കും, പക്ഷെ ആരോഗ്യത്തിൽ മാത്രം ശ്രദ്ധിക്കണം, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന ഒരു പ്രഡിക്ഷൻ കാണുമ്പോൾ ഇതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ, ഇതിനകത്തൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോന്ന് മറ്റുള്ള പാരൻ അത് കാര്യമാക്കുന്നില്ല. പക്ഷെ ഇവർ പ്രതീക്ഷിക്കാതെ അതിന്റെ ഇടയിൽ ഐറിസിന് അസുഖമൊക്കെ വരുന്നുണ്ട്. ആ ടീമൊക്കെ പാരനാണ് അവളെ വളരെ കെയറോട് കൂടി നോക്കുന്നത്. അങ്ങനെ അതിൽ അവളൊന്ന് റിക്കവർ ആവുമ്പോഴേക്കും അവൾ ഇപ്പോഴുള്ള ആ ഒരു റിസപ്ഷനിസ്റ്റ് ജോലി റിസൈൻ ചെയ്യുകയാണ്. അവളുടെ മാനേജർക്ക് അത് കുറച്ച് സങ്കടമുള്ള കാര്യമായിരുന്നു. കാരണം സ്വന്തം മകളെ കണക്കായിരുന്നു അവളെ അവർ കെയർ ചെയ്തിരുന്നത്. അവർ ഒരേ നാട്ടുകാര് മറ്റൊരു രാജ്യത്ത് വന്ന് വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് അതിന്റെ പ്രത്യേക ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവളാകട്ടെ സ്വന്തമായ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റിസൈൻ ചെയ്ത് പോകുമ്പോൾ അവർക്ക് അങ്ങനെ വിലക്കാനും കഴിയുന്നില്ല. അവൾക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ അവർ നേരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും അവരുടേതായ ഒരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നു. തന്റെ നാട്ടിലെ സിഗ്നേച്ചർ ഡിഷ് ഉണ്ടാക്കാനായി പാരനും തന്റെ നാട്ടിലെ സിഗ്നേച്ചർ ഡിഷ് ഉണ്ടാക്കാനായി ഐറിസും കട്ടയ്ക്ക് പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ആ ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യാനായി ഇരിക്കുന്ന ആ ഒരു ദിവസമാണ് മെഡിക്കൽ ചെക്കപ്പ് നടത്തിയതിന്റെ റിസൾട്ട് വാങ്ങാനായി ഐറിസിന് പോവേണ്ടി വരുന്നത്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതുകൊണ്ട് അവൾ പോകുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യാമെന്ന് പാരനും ഏൽക്കുന്നു. അങ്ങനെ അതിന് പോയിട്ട് മടങ്ങി വരുന്ന അവൾ കുറച്ച് അപ്സെറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിലും അവൾ പാരന് സമ്മാനിക്കാനായി ലവ് ബേർഡ്സിനെ വാങ്ങിക്കൊണ്ടായിരുന്നു വന്നിരുന്നത്. അവനാകട്ടെ അപ്പോഴേക്കും ഐറിസിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവളെ പ്രപ്പോസ് ചെയ്യാനായി ഒരു പെർഫെക്റ്റ് മൊമെന്റ് നോക്കിയിരിക്കായിരുന്നു. അവൻ അവളോട് തോന്നിയ ഇഷ്ടം തുറന്നു പറയുമ്പോൾ അവൾക്കത് റിജക്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവളും അപ്പോഴേക്കും അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നത് കൊണ്ട് തന്നെ അവർ ഒന്നിച്ചൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും ഈ റെസ്റ്റോറന്റ് നന്നായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം ഞാനൊന്ന് നാട്ടിൽ പോയിട്ട് പെട്ടെന്ന് മടങ്ങി വരാം, അവിടെ കുറച്ച് ആവശ്യമുണ്ടെന്ന് ഐറിസ് പറയുമ്പോൾ അവളോട് പോകണ്ട എന്ന് പറയാൻ ഈ പാരന് തോന്നിയില്ല. കാരണം അവൾ ചില ആവശ്യങ്ങളുണ്ടെന്നല്ലേ പറയുന്നത്. കൂടാതെ അവൾ മടങ്ങി വരുമല്ലോ, വീട്ടുകാരൊക്കെ കാണാൻ പോകില്ല. അതുകൊണ്ട് തന്നെ അവൻ അതിൽ പന്തികേട് തോന്നാതെ പോയിട്ട് വായെന്ന് തന്നെ അവളോട് പറയുന്നുണ്ട്. അങ്ങനെ നാട്ടിലേക്ക് പോകുന്ന അവൾ പക്ഷേ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും മടങ്ങി വരാതാവുന്നു. അവന് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവൾ നാട്ടിലെവിടെയാണ് എന്നതിനെ പറ്റിയൊന്നും അറിയാത്ത അവൻ അവളുടെ ആ മാനേജർ ഉണ്ടല്ലോ ഹോട്ടലിലെ പുള്ളിക്കാരി അവളുടെ നാട്ടുകാരിയാണ് എന്ന് അറിയാവുന്നത് കൊണ്ട് അവരെ കോൺടാക്ട് ചെയ്യുമ്പോഴും അവർക്ക് ഇവർ ഒരേ നാട്ടിലാണ് എന്ന കാര്യങ്ങൾ അറിയുമല്ല. ഡീപ്പായിട്ട് അവളുടെ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും കൺവേ ചെയ്യാനേ സാധിക്കുന്നില്ല. പാരൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവനെ ബ്ലോക്ക് ചെയ്ത് അവൾ ബ്ലോക്ക് ചെയ്യുന്നതിന് മുന്നേ എന്നെ അന്വേഷിച്ച് വരരുത്, എന്നെ വിളിക്കരുതെന്ന് മാത്രമേ ഒരു വോയിസ് മെയിൽ അയച്ചിരുന്നുള്ളൂ. അവൾക്ക് വേണ്ടി കാത്തിരിക്കരുതെന്നും ജീവിതത്തിലെ സന്തോഷം തെരഞ്ഞ് മുന്നോട്ട് പോകണമെന്നും ഹാപ്പിയായി എന്നും ഉണ്ടാവാൻ ആശംസിക്കുന്നുവെന്നും അവൾ അയച്ച ഒരു വോയിസ് മെയിൽ അവനെ വല്ലാതെ ടെൻഷൻ ആക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവൾ ഇങ്ങനെ അവനോട് ചെയ്യുന്നു എന്നോർത്ത് അവൻ ആകെ സങ്കടത്തിലാവുന്നു. വല്ലാതെ ഒറ്റപ്പെടൽ അവന് അനുഭവിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ അവൾ വാങ്ങിക്കൊടുത്ത ആ ലവ് ബേർഡ്സ് ഉണ്ടല്ലോ അതില് ഒന്ന് മരണപ്പെടുകയാണ്. ഇവർക്ക് ആ ലവ് ബേർഡ്സ് കിട്ടിയ ടൈം അതിനവർ രണ്ടുപേരുടെയും നാടുകളിൽ നിന്നുള്ള വാക്കുകൾ കൊണ്ടാണ് പേരിട്ടിരുന്നത്. ഒരെണ്ണത്തിന് തായ് ഭാഷയിൽ ഗുഡ് ഹെൽത്ത് നല്ല ആരോഗ്യം എന്ന് അർത്ഥം വരുന്ന പേരും മറ്റൊന്നിന് ഫിലിപ്പീൻ ഭാഷയിൽ ദീർഘായുസ് എന്ന് അർത്ഥം വരുന്ന ഒരു പേരുമാണ് ഇട്ടിരുന്നത്. ഇപ്പോ ആ ഗുഡ് ഹെൽത്ത് എന്ന് അർത്ഥം വരുന്ന പേരിട്ടിരുന്ന ആ ലവ് ബേർഡ് ആണ് മരിച്ചിരിക്കുന്നത്. ഭയങ്കരമായ സങ്കടം അവൻ ഇത് കാണുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. തന്റെ അടുത്ത് ഐറിസ് ഇല്ല, അവൾ സമ്മാനിച്ച ലവ് ബേർഡ്സിൽ ഒന്ന് മരണപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തോ ഒന്ന് വളരെ മോശമായി നടന്നിരിക്കുമോ എന്ന് അവന് വല്ലാതെ പേടി തോന്നുന്നുണ്ട്. അവളെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ലാതെ അവൻ ഭ്രാന്തനെ പോലെ ആവുന്നുണ്ട്. ദിവസവും അവൾ അവസാനമായി അവൻ അയച്ച ഒരു വോയിസ് മെയിൽ കേൾക്കുമായിരുന്നു. അങ്ങനെ അവൻ ജീവിതം ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ ഒരു ഭ്രാന്തനെ പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അവനെ കാണാനായി തിയ എന്ന ഒരു പെൺകുട്ടി വരുന്നു. അവനകട്ടെ അവൾ ആരാണ് എന്താണ് എന്ന് പോലും അറിയാൻ താല്പര്യപ്പെടാതെ ഇഗ്നോർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ദിവസവും വന്ന് പാരനോട് സംസാരിക്കാനായി ഒരു അവസരം നോക്കുന്ന തിയ ഒടുക്കം അവനോട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് അവൾ ഐറിസിന്റെ സുഹൃത്താണെന്നും ഐറിസ് ഇപ്പോ ജീവനോടെ ഇല്ല എന്ന കാര്യവും. ആക്ച്വലി ഐറിസിന് മാരകമായ ഒരു അസുഖമുണ്ടായിരുന്നു. അത് മനസ്സിലാക്കി അവൾ അതുമൂലം അവൾ പാരന്റെ മുന്നിൽ കിടന്ന് മരിക്കുന്നത്, അതായത് അവൾക്ക് ഇനി അധികം നാൾ ആയുസില്ല എന്ന് ഉറപ്പാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അവന്റെ മുന്നിൽ വെച്ച് അവളുടെ ജീവൻ നഷ്ടമാവുന്നത് ഒരിക്കലും അവന് സഹിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും. അങ്ങനെ ഒരു ലൈഫ് ലോങ് വേദനിക്കുന്ന അനുഭവം അവന് സമ്മാനിക്കാതിരിക്കാനായിട്ടാണ് അവന്റെ കൺവെട്ടത്ത് നിന്ന് അവൾ മാറിയതെന്നും അവൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന കാര്യങ്ങളും അവൾ മരിച്ച ശേഷമേ ഇത് പാരനോട് പറയാവുള്ളൂ എന്നും അവൾ തീയെ അറിയിച്ചിരുന്നു. അത് കൺവേ ചെയ്യാനായിട്ടാണ് തീയ വന്നിരിക്കുന്നത്. ഇത് പാരനെ സംബന്ധിച്ച് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എന്തോ ഒന്ന് മോശമായി അവൾക്ക് സംഭവിച്ചെന്ന് പാരന് മനസ്സിലായെങ്കിലും അവൻ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാനായി ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല. എന്തായാലും ആകെ തകർന്ന് റൂമിലേക്ക് തിരിച്ചെത്തുന്ന അവൻ കൂട്ടില് മിച്ചമുണ്ടായിരുന്ന ആ ഒരു ലവ് ബേർഡും ബന്ധനം വിട്ട് പറന്നു പോയിരിക്കുന്ന കാഴ്ച കണ്ട് മനസ്സിലെ ചെറിയൊരു ആശ്വാസമായി അവന് കൂടെ ഉണ്ടായിരുന്ന അതും ഇപ്പോ ഇല്ലല്ലോ എന്ന് ആകെ സങ്കടത്തിലാവുന്നു. ഐറിസ് മരിച്ചു എന്നതിനോട് ഉൾക്കൊള്ളാൻ അവന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അവൾ മരിക്കാൻ നേരവും അവൻ ഹാപ്പി ആയിട്ടിരിക്കണം. അവന്റെ മുന്നിൽ വെച്ച് മരിച്ച് അവന് ലൈഫ് ലോങ് ഒരു ട്രോമ നൽകരുത് എന്നൊരു കാര്യം കൊണ്ടാണ് അവന്റെ കൺവെട്ടത്ത് നിന്ന് തന്നെ മാറിപ്പോയത്. അതുകൊണ്ട് താൻ ഇനി ഇങ്ങനെ ഇരിക്കുന്നത് അവളുടെ ആത്മാവിന് ഒരിക്കലും ശാന്തി നൽകില്ല എന്ന് മനസ്സിലാക്കി അവൾക്ക് വേണ്ടി ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കാനായി ശ്രമിച്ചു തുടങ്ങുകയാണ്. അങ്ങനെ അവിടം കൊണ്ട് ഇന്നത്തെ കഥയും ഇവിടെ അവസാനിക്കുന്നു. ചിലപ്പോ ജീവിതം ഇങ്ങനെയാണ്, ലൈഫിൽ വളരെ അപ്രതീക്ഷിതമായി നമ്മൾ കണ്ടുമുട്ടുന്ന ചിലര് നമ്മുടെ ലൈഫിനെ അടിമുടി മാറ്റിക്കളയും. പക്ഷെ വന്നതിലും സ്പീഡിൽ അവർ ലൈഫിൽ നിന്ന് പോവുകയും ചെയ്യും. പിന്നെ ആ ഓർമ്മകളിൽ മുന്നോട്ട് ജീവിക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല. ഇന്നത്തെ കഥ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.